ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുമെന്ന് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ നിന്ന് അകലാതെ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ സ്നേഹ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുന്നവരാകാൻ ഈ തിരുവചന ധ്യാനം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്കെപ്പോഴും തുണയും സങ്കേതവുമായിരിക്കണമേ. ആമേൻ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു കളയുകയും ചെയ്തു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആലുവ സെമിനാരിയുടെ ചാപ്പലില് ഒരു വാചകം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സീലോ സെലാറ്റു സും. ആദ്യമായിട്ട് ആലുവ സെമിനാരിയിലേക്ക് ചെന്ന് ആ ചാപ്പലിൽ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സീലോ സെലാറ്റു സും എന്ന് പറയുന്ന ഒരു വാചകം എന്താണ് എന്ന് ഞാനിങ്ങനെ ഒത്തിരി ആലോചിക്കുകയാണ്. അതിനുശേഷം ഈ ബൈബിള് പഠിച്ച ഒരു അച്ഛനോട് ഇങ്ങനെ ഈ ഒരു അർത്ഥം ചോദിച്ചപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഏലിയ പ്രവാചകന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞു തന്നത്. ഏലിയ പ്രവാചകൻ എന്ന ആത്മാവിൽ ശക്തമായിട്ട് പറയുന്ന ഒരു തിരുവചന ഭാഗമാണ് ഈ ഇപ്പോൾ തന്നെ നമ്മൾ കേട്ട ഒരു ഭാഗം. സീലോ സെലാറ്റു സും എന്ന് പറഞ്ഞാൽ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു എന്നാണ് അർത്ഥം. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുവചന ധ്യാനത്തിലൂടെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാകാനായിട്ട് ആഗ്രഹിക്കണമെന്നാണ് ഏലിയ പ്രവാചകന്റെ ഈ ഒരു സംഭവത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഉരകല്ല്. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഏലിയ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടപ്പോഴാണ് ഈ ഒരു വാചകം പറയുന്നത്, സീലോ സെലാറ്റു സും, ഞാൻ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു ആദ്യത്തെ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഈ ദിവസങ്ങളിൽ ഒരു കുട്ടി ഇങ്ങനെ അച്ഛനായനോട് ചോദിക്കുക, അച്ഛൻ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഈശോയ്ക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? അതോ അച്ഛന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? അതോ അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? നിസ്സാരമായൊരു ചോദ്യമായിരുന്നു. പക്ഷേ ഈ കുസൃതിക്കുറുമ്പിൻ്റെ കുസൃതിക്കുട്ടിയുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പതറുകയാണ്. ആ കുഞ്ഞിനോട് എനിക്ക് തിരിച്ചു പറയാനായിട്ട് പെട്ടെന്ന് ഒരു ഉത്തരം എനിക്ക് കണ്ടെത്താൻ പറ്റാതെ പോവുകയാണ്. ഞാൻ ആർക്ക് വേണ്ടിയാ നിലകൊള്ളുന്നത് എന്നത് എൻ്റെ ഉള്ളിൽ പിന്നീട് പതുക്കെ പതുക്കെ ഒരു ചോദ്യമായിട്ട് നിൽക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് ഈ സുവിശേഷത്തിലൂടെ കർത്താവായ ദൈവം ചോദിക്കുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നേ? നിങ്ങൾക്ക് വേണ്ടിയാണോ, മറ്റുള്ളവർക്ക് വേണ്ടിയാണോ, അതോ പിതാവായ ദൈവത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് ഏതിനാണ് ശരി ഉത്തരം അയക്കാനായിട്ട് പറ്റുക? കുറേ മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവരവർക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരാണ് എന്നാണ്. തിരുവചനത്തിനപ്പുറത്തുള്ള ആ ജീവിതങ്ങൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 75% മനുഷ്യർ നിലകൊള്ളുന്നത് അവരവർക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? എനിക്ക് വേണ്ടി തന്നെ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ആരൊക്കെ അവരവർക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ അരങ്ങേറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചരിത്രം മുഴുവൻ പരിശോധിച്ചോ? ആ മെയിൻ കാഫ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഹിറ്റ്ലറിന്റെ ജീവചരിത്രത്തിലൊക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ പരിക്ക് എന്തായിരുന്നു? അതൊരൊറ്റ കാര്യം മാത്രം, അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടു. ജർമ്മനി എന്ന് പറയുന്ന ആ സുന്ദരമായ പ്രദേശത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട്, അവിടുത്തെ ഒരു മഹാത്മാവായിട്ട് തീരാൻ ശക്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഹിറ്റ്ലർ. പക്ഷെ ആർക്കും വേണ്ടാത്ത ഒരു ജീവിതമായിട്ട് അവസാനം മാറാൻ കാരണം അവന് വേണ്ടി നിലകൊണ്ടു എന്ന കാരണത്തിൻ്റെ പേരിൽ.
അതുകൊണ്ട് അവന് വേണ്ടി അവൻ നിലകൊണ്ടപ്പോഴോ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് ആ ജീവിതം ആത്മഹത്യക്ക് തുല്യമായിട്ട് തീരുക. അവസാനം അവന്റെ ജീവിതം ആത്മഹത്യയുടെ വക്കിലെത്തി എന്ന് പറഞ്ഞാണ് ചരിത്രം അവനെ ആ സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത്. തിരുവചനത്തിൽ ആ യൂദാസിന്റെ സംഭവം ശരിക്ക് അതിനൊരു തെളിവാണ്. കർത്താവായ ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളു എന്നൊക്കെ പറഞ്ഞ സുവിശേഷം പങ്കുവെച്ചതാ. പക്ഷെ ഈ പാവം ഈ യൂദാസിന് മാത്രം അത് മനസ്സിലാവണില്ല. യൂദാസ് പതുക്കെ പതുക്കെ അവന് വേണ്ടി നിലനിൽക്കാൻ തുടങ്ങുക. അവന് എന്ത് കിട്ടും, എൻ്റെ ഗുരുവിന് വിറ്റാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിച്ച് അവന് വേണ്ടി തന്നെ നിലനിന്നതിൻ്റെ പേരിൽ അവന് നഷ്ടപ്പെട്ടത് പ്രവചനങ്ങളുടെ പുണ്യസൂരനായ ക്രിസ്തുവിൻ്റെ പുഞ്ചിരിയാണ്. അവൻ്റെ ആ പുഞ്ചിരിയുടെ വെട്ടം ഈ പാവം യൂദാസിന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയപ്പോൾ പിന്നെ അവൻ ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങിയാടുന്നത് പറഞ്ഞാണ് ആ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇന്ന് ഈ സമീപകാലത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വത്ത് പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായും നമ്മൾക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ്. വളരെ രസകരമായ ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓർക്കുക. നമുക്ക് വേണ്ടി തന്നെ നിലനിൽക്കുന്ന ചില മനുഷ്യരെ കുറിച്ച് ഒരു ബൈബിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുക. ദൈവം 7 ദിവസം കൊണ്ട് ഓരോ കാര്യങ്ങൾ നിർമ്മിച്ചു. ആകാശവും ഭൂമിയും ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം അതിനോട് ചേർന്നുള്ള ചരാചരങ്ങളെ സൃഷ്ടിച്ചു, 7-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിങ്ങനെ പറയാം. എന്നിട്ട് ചോദ്യം ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മനുഷ്യനെ 7-ാം ദിവസം സൃഷ്ടിച്ചേ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു മിടുക്കൻ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പറയാ, അച്ഛാ ആദ്യമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ പറയും ബാക്കിയെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ് എന്നിങ്ങനെ അവൻ പറയൂത്രേ. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്, ആദ്യം ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത്. ഒരുപക്ഷെ ശരിയായ ഒരു തീരുമാനമായിരിക്കും. മനുഷ്യൻ പിന്നീട് കാര്യങ്ങൾ പറയുമ്പോൾ പറയും ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ചിലപ്പോഴൊക്കെ ചിലരിൽ നിന്ന് അഹങ്കരിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നാറില്ലേ? ഒക്കെ ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് സ്നേഹികളെ ആർക്കാ എന്താ ഈ ലോകത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ? ഒരു മഴ പെയ്താൽ തീരുന്ന, ഒരു പനി വന്നാൽ തീരുന്ന ജീവിതമല്ലേ നമ്മുടെയൊക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനാ, എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ ലോകം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുന്നത്, ദയവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ നിലനിൽക്കല്ലേ. നിനക്ക് വേണ്ടി നീ നിലനിന്നാൽ നിന്റെ ജീവിതം ദുരന്തത്തിന്റെ ദുരന്തമായിട്ട് ആ സക്കേവൂസിന്റെയും അതുപോലെയുള്ള മനുഷ്യരുടെ ആ ചുങ്കസ്ഥലത്തിരുന്ന് നിന്ന് അവനവന് വേണ്ടി പൈസ ഉണ്ടാക്കിയ മനുഷ്യന് തുല്യമായിട്ട് തീരും എന്ന് പറയാം. മണലില് ഭവനം പണിതവന് തുല്യനായിട്ട് തീരും അവനവന് വേണ്ടിയിട്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ എന്ന് തിരുവചനം. ആ കുജിത്തോ എർഗോസും ഫിലോസഫിയിൽ നമ്മൾ പഠിക്കുന്ന ഡെക്കാർട്ടിന്റെ ഫിലോസഫിയൊക്കെ ഇന്ന് വലിയ തോതിൽ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുക. ഡെക്കാർട്ട് പറഞ്ഞു, ഐ തിങ്ക് ദെർഫോർ ഐ ആം, ഐ തിങ്ക് ദെർഫോർ ഐ ആം, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചിന്തിക്കുന്നു ഞാനുണ്ട് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ലാംഗ്വേജിൽ ഇറ്റ് മേ ബി കറക്റ്റ്, പക്ഷെ സാധാരണ ജീവിതത്തിൽ സ്നേഹിതരെ ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് വേ. എങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനാണ് ഇഷ്ടമുള്ള ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ആർക്കാ മറ്റുള്ളവർ സ്വയം അല്ല നല്ല രീതിയിൽ ഇങ്ങനെ ഞാൻ നല്ലതാണ്, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നല്ലതാണ്, എൻ്റെ ജീവിത ചര്യകൾ നല്ലതാണെന്നൊക്കെ പറയുന്ന മനുഷ്യനെ ആരാ ഇഷ്ടപ്പെടുന്നത്? അവനെക്കുറിച്ച് പറയുക ഏറ്റവും ബോധമില്ലാത്ത ഒരു കഴുത എന്നൊക്കെ പറയും. സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ക്രിസ്തു ഒരു മനുഷ്യനെ വിളിക്കുന്നത് ഭോഷനായ ധനികൻ എന്നാ. എന്തുകൊണ്ട് അവനെ ഭോഷനെ വിളിക്കുന്നത്? അവൻ പറയാ, ഞാൻ ഒരു പുതിയൊരു കളപ്പുര ഉണ്ടാക്കും, അതിൻ്റെ ഉള്ളിൽ വിത്തുകൾ ശേഖരിക്കും, മറ്റെവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ ബാധിക്കില്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ പാവം ക്രിസ്തു പറയാ, എൻ്റെ മോനെ നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നേ? നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നേ? നിനക്ക് വേണ്ടിയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ, നിന്റെ ആത്മാവിനെ ഇന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ? നീ സമ്പാദിച്ചത്, നീ സ്വന്തമാക്കിയതൊക്കെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ലേ? അതുകൊണ്ട് തിരുവചനം ഇന്ന് നമ്മളോട് പറയാണ്, നമ്മുടെ മനസ്സിൽ അങ്ങനെയുണ്ടെങ്കിൽ, ഞാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ, ഈഗോ ഉണ്ടെങ്കിൽ, എഡ്ജിങ് ഔട്ട് ഗോഡ് എന്നർത്ഥം. ദൈവത്തെ തള്ളിക്കളയുകയാണ് ഈ ഈഗോ ഉള്ള മനുഷ്യർ. നമ്മുടെ ലോകത്തിൻ്റെ ഒക്കെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത് ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. വൈദിക സമൂഹത്തിൽ അത് അച്ഛന്മാരെ കുറിച്ചൊക്കെ പറയുന്നത്, അച്ഛന്മാരിപ്പോൾ ലോക ജനതയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാനോ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ അവരവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെയുള്ള ചില കമന്റുകൾ കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നുന്ന കാലഘട്ടം. ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറഞ്ഞ് അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവർ. പക്ഷെ ആരും ഓർത്തിരിക്കുന്നേ, ഒരു ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഒരു വൈദികനെ ഈ ദിവസങ്ങൾ ഓർക്കുക. അച്ഛനിങ്ങനെ സങ്കടത്തോടെ പറയാ, എൻ്റെ ജീവിതത്തിലുള്ള സന്തോഷം എന്താണെന്നറിയോ മോനെ? മറ്റുള്ളവരൊക്കെ കളിയാക്കുന്നുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞു, ഒരു ഫേസ്ബുക്ക് ഇല്ല, ഒരു ഫോൺ സ്വന്തമായിട്ടില്ല, ഒരു ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ല, എല്ലാവരും എന്നെ കളിയാക്കുക. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നുമില്ല, ഒക്കെ റെഡിയാ. പക്ഷെ എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുന്ന ചില വ്യക്തിത്വങ്ങൾ, അവരവർക്ക് വേണ്ടി നിലകൊള്ളാതെ ജീവിക്കുന്ന മനുഷ്യർ.
ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ, നമ്മളോട് തന്നെ ചോദിക്കണം. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ധ്യാനാത്മകമായ സമീപനത്തിലൂടെ ചോദിക്കണം, ഞാൻ എനിക്ക് വേണ്ടി എപ്പോഴെങ്കിലും നിൽക്കണ്ടോ? ഒരു തിരുവചന സന്ദേശം കഴിഞ്ഞു പോയിട്ട് കുറച്ചു നേരം ആ ക്രൂശിതന്റെ മുമ്പിൽ പോയി നിൽക്കുക. ക്രൂശിതന്റെ മുമ്പിലേക്ക് നോക്കുന്നവർക്ക് ആർക്കും പറയാനായിട്ട് പറ്റില്ല ഈ ക്രിസ്തു അവനു വേണ്ടി നിലനിന്നു എന്നുള്ളത്. ഒരിക്കൽ പോലും ക്രിസ്തുവിന് വേണ്ടി നിലനിന്നിട്ടില്ല എന്നാണ് ആ കുരിശിൽ പിടഞ്ഞു മരിച്ചിരിക്കുന്നവന്റെ രൂപം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് സിമ്പിളായിട്ട് ക്രിസ്തുവിനെ ആ ഒരു മരണത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. എങ്ങനെയാ? ഹെറോദേസോ അതുപോലെയുള്ള പീലാത്തോസോ ഒക്കെ ചോദിക്കുമ്പോൾ അവനെ സിമ്പിളായിട്ട് പറയായിരുന്നു, എനിക്ക് വേണ്ടി നിലനിൽക്കാനാണെങ്കിൽ പറയായിരുന്നു, ദേ എന്നെ ഒന്ന് രക്ഷിച്ചേ, ഈ ഒരു സത്വപ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചേ, ഈ ഒരു കലഹപ്രിയമായ സമയത്തിൽ നിന്ന് രക്ഷിച്ചേ എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷേ ക്രിസ്തു അങ്ങനെ ഒരൊറ്റ വാചകം പോലും പറയുന്നില്ല. മറിച്ച് അവൻ നിശബ്ദത കൊണ്ട് അവന് വേണ്ടി നിലനിൽക്കാതെ അവനിങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി ആവരുത്, നമുക്ക് വേണ്ടി സംസാരിക്കരുത് എന്നാണ് തിരുവചനം ഇന്നേ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ധൂർത്തുപുത്രന്റെ ഉപമ പരിശോധിച്ചാൽ ധൂർത്തുപുത്രന് സംഭവിച്ച പരിക്കും ഇത്തരം ഒരു മേഖലയിലൂടെയാണ്. ധൂർത്തുപുത്രൻ ചിന്തിച്ചു അവന് വേണ്ടിയിട്ട് ആ പിതാവിന്റെ സ്നേഹവലയത്തിൽ നിന്ന് അവന് വേണ്ടിയുള്ള ഒരു അംശം ഇങ്ങനെ ശേഖരിച്ചു വെക്കുക. അങ്ങനെ ശേഖരിച്ചു വെച്ചപ്പോഴെന്തായി? അവന്റെ ജീവിതം കുറെ കൂടി കഴിഞ്ഞപ്പോൾ നിരാശയുടെ ഒരു ഏറ്റവും മോശപ്പെട്ട പന്നികൾ മേയുന്ന ആ ഒരു സ്ഥലത്ത് ചെന്ന് ചേരുക. ആരൊക്കെ അവരവർക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ടോ ഈ വലിയ ദുരന്തങ്ങളാണ് കാത്തിരിക്കുന്നത്. യുവദാസിന് പറ്റിയതുപോലെയുള്ള ഏതൊക്കെയോ ഒരു മരക്കൊമ്പില് നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയുള്ള കയറുകൾ രൂപപ്പെടുത്തുന്നുണ്ട്. സമീപകാലത്ത് ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നതിന്റെ കാരണം എന്താ? അത് പൂർണ്ണമായും ഈ ഒരു അവഗണനയോടുകൂടെ ജീവിക്കുന്നതിന്റെ പേരിലാണ്. സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അവരുടെ ജീവിതം നമ്മൾ ഉപേക്ഷിക്കുക, അവരുടെ ജീവിതം അവരുപേക്ഷിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ഈ ഒരു മേഖലയിലൂടെ കർത്താവേ നീ എന്നെ കടത്തിവിടല്ലേ. ഇനി എന്താണ് മറ്റൊരു സാധാരണ മനുഷ്യന് സംഭവിക്കുന്ന പരിക്ക്? അവർ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി നിൽക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചത്തു പണിയെടുക്കുന്ന ഒത്തിരി മനുഷ്യർ. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് മാത്രം ജീവിക്കുക. ഒരു പരിധി വരെ അത് സത്യവുമാണ്, ആവശ്യവുമാണ്. പക്ഷെ അതിൻ്റെ അതീതമായ ഒരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം. അവനവന് വേണ്ടി നിലനിൽക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം നിലനിൽക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ലക്ഷ്യം മാത്രം. ചില രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് പറയുന്നത് അവരെ കുടുംബത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയോ ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന രീതിയിലേക്കൂടെ പോകുന്ന കുറേ മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചും തിരുവചനം പറയാണ്, അവരുടെ ജീവിതത്തിലും കൃപയുടെ തലങ്ങൾ ലഭിക്കുകയില്ല എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ ഒരു സാധ്യതയാണ് ആ കുട്ടി ചോദിച്ചതുപോലെ, അച്ഛൻ ആർക്ക് വേണ്ടിയാ? ഈശോയ്ക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. നിങ്ങളവരെ വളരെ വ്യക്തിപരമായിട്ട് ഈ സമയത്തൊന്ന് ചോദിക്കട്ടെ, നീ ആർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവനാണെങ്കിൽ ഈ ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ പറയണം, ഇതാ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു. അവസാനം ക്രിസ്തു പറയുന്ന വാചകം നോക്കി. ക്രിസ്തു പറയുന്നത് എന്താ? ആ വലിയ സിനഗോഗിൽ നിന്ന് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവത്തെ പ്രതിയുള്ള, എൻ്റെ പിതാവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരുടെ ഹൃദയ സ്നേഹമുള്ളവർ ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ജ്വലിക്കുന്ന ഒരവസ്ഥയുള്ളത്? എൻ്റെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകാൻ പറ്റുമോ? ചിലപ്പോൾ ചില പരസ്യങ്ങളൊക്കെ ദിവസങ്ങളിൽ കാണുന്നുണ്ട്, ഞങ്ങൾ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി നിലനിൽക്കുന്നു. ചില നല്ല സിനിമാ നടന്മാരെയും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരൊക്കെ പറയും, ഞങ്ങൾ ഇന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അംബാസിഡർമാരായിട്ട്, ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് നിൽക്കുന്നു. കുറേ പേര് മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുക, പക്ഷെ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഈ ഏലിയായുടെ സംഭവം നമുക്ക് വ്യക്തമായിട്ട് ധ്യാനിക്കണം. ഏലിയായുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത്, അവൻ ഒരിക്കലും അവന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ മാത്രം നിലനിൽക്കാതെ ദൈവത്തിന് പൂർണ്ണമായി വേണ്ടി നിലനിൽക്കുക. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ആ സങ്കീർത്തനത്തിൽ പാടുന്നത് പോലെ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ചില മനുഷ്യർ. ഈ ഏലിയായുടെ സംഭവമൊക്കെ ഒന്ന് മാറി നിന്ന് വായിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാ അത് ആ ഒരു ഏലിയായുടെ ജീവിതത്തിന്റെ ഇത്രയും തെളിച്ചം കാണുന്നത്? അതാ ഇസ്രായേൽ ജനം മുഴുവൻ ചെന്ന് ചേരുന്നത് കാനാൻ നാട്ടിലേക്ക് ചെന്ന് ചേരുക. കാനാൻ ദേശത്ത് അവിടെ താമസിക്കുന്നവർ മുഴുവൻ ഇങ്ങനെ ബാൽ ദൈവത്തിന്റെ അടിമകളായിട്ടും അരേഷ എന്ന് പറയുന്ന ദേവതയുടെ അടിമകളായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും വലിയ ദൈവം ബാൽ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാവം ഏലിയ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇസ്രായേൽ മക്കളിൽ ഭൂരിഭാഗം ജനങ്ങളും മുഴുവൻ ഈ യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഈ ബാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സിസ്റ്റം തുടങ്ങുക.
പ്രവാചകന്റെ ഹൃദയം ഇങ്ങനെ നേറിയിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഇനി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളണ്ടേ? ഇത്രയും മനുഷ്യർ മാറി മാറി നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ പറ്റുമോ എന്ന് സങ്കടത്തോടുകൂടെ ഏലിയ പ്രവാചകൻ ഇങ്ങനെ ദൈവത്തോട് പറയാം. അവസാനം ഏലിയ അവൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കുക. ഉള്ളിൽ തീരുമാനം എടുത്തിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ആര് മറ്റുള്ളവർക്ക് വേണ്ടിയും അവരവർക്ക് വേണ്ടി നിന്നാലും ഞാൻ നിലകൊള്ളുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ പറയാം. സീലോ സെലേറ്റാസും, ഞാൻ ഇതാ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നു എന്ന് ഏലിയ പ്രവാചകൻ പറയാം. അങ്ങനെ പറയുന്ന സമയം തൊട്ട് സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങളുടെ വലിയ ലോകം നമ്മളിങ്ങനെ കാണുക. അവിടുത്തെ ആ മനുഷ്യർ മുഴുവൻ ഇങ്ങനെ പറയാം, നിന്റെ ദൈവത്തിന് എന്താ പ്രത്യേകത? നീ നിന്റെ ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നേ? അപ്പോൾ ഏലിയ ഇങ്ങനെ സ്നേഹത്തോടെ പറയാം, എന്താ സംഭവിക്കാത്തേ? ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങൾ ചോദിക്കുന്നത് എന്തും എൻ്റെ ദൈവം ഇത് നടത്തി തരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാനാൻകാരും അവിടെ കൂടി നിൽക്കുന്നവരും ബാൽ ദൈവത്തിന്റെ ആരാധകരും ചോദിക്കുക, നിന്റെ ദൈവത്തിനാണോ ശക്തി അതോ ഞങ്ങളുടെ ദൈവത്തിനാണോ ശക്തി എന്ന് പറയാം. ഏലിയ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, സ്നേഹമുള്ളവരെ, നമുക്കത് ഇപ്പോൾ തന്നെ ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാം എന്നിങ്ങനെ പറയാം. എന്താണ് പരീക്ഷണം ചോദിക്കുമ്പോൾ പറയും, 2 കാളക്കുട്ടികളെ നിങ്ങൾ കൊല്ലും. അതിലെ ഒരു കാളക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി ഒരു ബലിപീഠം നിങ്ങൾ നിർമ്മിക്കുകയും അത് ബാൽ ദൈവം ഇറങ്ങി വന്ന് അത് തീ കത്തിച്ചു കഴിഞ്ഞാൽ ആ ബലി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. മറിച്ചാണെങ്കിൽ ഞാൻ ഒരു ബലിപീഠം ഒരുക്കി അതിൻ്റെ മുകളിൽ ഒരു കാളയെ വെച്ചിട്ട് ആ കാളയുടെ മുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വന്ന് ആ തീ വന്ന് അത് എങ്ങനെ കത്തിക്കുന്നോ ആ സമയം നോക്കിയിട്ട് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ മതി എന്നിങ്ങനെ പറയാം. ആ തിരുവചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുക്കളും വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ചു എന്നാണ് തിരുവചനം. സംഭവം ഇങ്ങനെയാണ്: ആ പാവം കാനാൻകാര് എല്ലാവരും ചേർന്ന് ഈ ഒരു വിറകിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട്, കാളയെ വെച്ചുകൊണ്ട്, ബാൽ ദൈവമേ കടന്നു വരണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സായം സന്ധ്യ എത്തിയിട്ടും ബാൽ ദൈവം ഇറങ്ങി വരാത്ത രീതിയിലുള്ള സങ്കടത്തിലൂടെ അവരിങ്ങനെ കടന്നു പോവാ. ഒന്നും സംഭവിക്കണില്ല. ആ ബലിമൃഗവും ആ വിറകും അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഏലിയ പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ലല്ലോ, നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ലല്ലോ എന്നിങ്ങനെ പറയാം. അപ്പൊ പറയാണ്, നീ നോക്ക്, നിന്റെ ദൈവത്തെ വിളിച്ച് അഗ്നി ഇറക്കാൻ പറ്റുമോ നോക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്ക് കൊടുക്കുന്ന കൃപ നോക്ക്. ഒരു കഴിവില്ലാതിരുന്ന ഏലിയായെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന വലിയ പുണ്യപ്രവൃത്തി പോലെ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ പാവം ഏലിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് പറയും, കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഞാൻ ഇത് ചെയ്തു എന്നും അങ്ങ് ഇപ്പോൾ വെളിപ്പെടുത്തണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് ദൈവം ഇറങ്ങി വന്ന് ആ ബലിപീഠത്തിൽ അഗ്നി ഇറക്കി അവിടെ വിശുദ്ധീകരിക്കുക. ലോകം ഇന്നോളം കാണാത്ത ഒരു അത്ഭുതത്തിന്റെ തലത്തിലൂടെ സ്നേഹമുള്ളവര് ആ ബാൽ ദൈവത്തിന്റെ ഗ്രൂപ്പുകാർ മുഴുവൻ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വലിയ മാസ്മരികമായ ഒരു ശക്തി അവിടെ പ്രദർശിപ്പിക്കപ്പെടുക. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അത്ഭുതം കണ്ടപ്പോൾ പറഞ്ഞു, നീ എങ്ങനെയാ അങ്ങനെ സംഭവിപ്പിച്ചേ? ഏലിയ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, സ്നേഹമുള്ളവരെ, ഇതൊന്നും എൻ്റെ കഴിവല്ല, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വഴിയായിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് ഇങ്ങനെ സ്നേഹത്തോടെ അദ്ദേഹം ഇങ്ങനെ പങ്കുവയ്ക്കുക. ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സ്നേഹത്തോടെ കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്ന് പറയാം. സ്നേഹമുള്ളവരെ, ആദിമ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന ഈ ഒരു തീക്ഷ്ണത, ആദിമ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്നു ഈ ഒരു തീക്ഷ്ണത, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാം എന്നുള്ള ഒരു തീക്ഷ്ണത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മതപീഡനത്തിന്റെ സമയത്ത് പോലും, ആ കാലഘട്ടത്തിൽ പോലും അവർ ചെയ്യുന്നത് എന്താ? തെരുവ് വിളക്കുകളായിട്ട് ഈ മനുഷ്യരുടെ ദേഹത്തെ അവരിങ്ങനെ ഒരു തുണിപ്പന്തമാക്കുന്ന രീതിയിൽ, എണ്ണയും തീയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിക്കുന്ന രീതിയിൽ അവരുടെ ശരീരത്തിൽ ഒഴിച്ച് ആ രാത്രിയുടെ യാമങ്ങളിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയും മനുഷ്യരെ. അപ്പോഴും അവർ പറയുന്നത്, കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരുടെ ആ രക്തസാക്ഷികളുടെ ചുടുനീണം വീണ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക. ദൈവത്തോട് നിലനിൽക്കാനുള്ള, ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷ ഭാഗം. ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ഒരു പരിധി വരെ മാത്രം വേണ്ടി ജീവിക്കുക, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരാവുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അനുഗ്രഹം ദൈവം ഏലിയാക്കി കൊടുത്തതുപോലെ ഞങ്ങളിലും കർത്താവെ നിലനിൽക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി നിലനിൽക്കാനുള്ള കൃപാവരം ഈ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ.
ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹവും സന്തോഷവും കൊണ്ട് എപ്പോഴും നിറയ്ക്കുന്നവരാകാൻ, വലിയ ആനന്ദത്തോടുകൂടെ മഹത്വപ്പെടുത്തി അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുന്നവരാകാൻ ഈ വചനം കേൾക്കുന്ന ഞങ്ങളെയും ഇത് പങ്കുവെക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.